ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ഗീവർഗീസ് പാലമൂട്ടിൽ. മലങ്കര കത്തോലിക്കാ സഭയുടെ പത്തനംതിട്ട രൂപത അംഗമാണ് ഞാൻ. സീതത്തോട്, ഗുരുനാഥമണ്ണ് എന്നീ പ്രദേശങ്ങളിൽ വികാരിയായിട്ടും സീതത്തോട് വൈദിക ജില്ലയുടെ ജില്ലാ വികാരിയായിട്ടും ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ജപമാല അനുഭവം ഉണ്ടായി തുടങ്ങിയത് എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ജീവിത അനുഭവങ്ങളിൽ നിന്നാണ്. എൻ്റെ സ്വന്തം നാട് തണ്ണിത്തോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. മലയോര പ്രദേശമാണ്. അവിടെ വെച്ച് ആദ്യമായി എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ വല്യമ്മച്ചിയുടെ കൈകളിൽ ഇരിക്കുന്ന ജപമാല ആണ് ഞാൻ കാണുന്നത്. വെളുപ്പിനെ ഉറങ്ങാൻ ഇഷ്ടമുള്ള ഞങ്ങൾ കൊച്ചുങ്ങളെ വിളിച്ചുണർത്തി ജപമാല ചൊല്ലിക്കുന്ന അമ്മച്ചിയുടെ ഒരു പരിശീലനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തിൽ നിന്ന് ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഇടവകയിലെ ഒരു സംഘടനയായിരുന്നു തിരുബാല സഖ്യം എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയിലൂടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ ഞങ്ങളെ വായിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് പലപ്പോഴും എൻ്റെയും വലിയ ഒരാഗ്രഹമായിരുന്നു ഈ വിശുദ്ധരെ പോലെ ആയിത്തീരണം. അങ്ങനെ മലയോര ഗ്രാമമായതുകൊണ്ട് തന്നെ മലമ്പ്രദേശങ്ങളിലൊക്കെ പോയി വിശുദ്ധരൊക്കെ ചെയ്തതുപോലെ പാറപ്പുറത്തും മലകളിലുമൊക്കെ പോയിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയെ കാണാനും അമ്മയെ കാണാനുമൊക്കെ. അത് പിന്നീട് ഈ വീട്ടിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്കുള്ള ജപമാല പ്രാർത്ഥനയും അമ്മച്ചിയുടെ പരിശീലനവും ഒക്കെ എന്നും ഒരു താങ്ങായി, അതൊരു ശക്തിയായി തന്നെ അന്നു മുതലേ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൂട്ടായി ജപമാല എന്നും കൂടെ നിന്നിട്ടുണ്ട്. വിശുദ്ധന്മാരെ പോലെ ആകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ പാറപ്പുറത്ത് പോയി മുട്ടുകുത്തി നിന്ന് കൈകൾ വിരിച്ച് ഉച്ചത്തിൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയിലൊക്കെ ഉറക്കെ പരിശുദ്ധ ദൈവമാതാവിനെ വിളിക്കുകയും ജപമാല പ്രാർത്ഥന ചൊല്ലുകയും ഒക്കെ ചെയ്തത് ഈശോയെയും പരിശുദ്ധ അമ്മയും കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടെയായിരുന്നു. പലപ്പോഴും നിരാശപ്പെട്ട് തന്നെ തിരിച്ചു പോരേണ്ട അവസ്ഥകളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പിന്നീട് ജീവിതത്തിൽ ജപമാല എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൂട്ടായി, താങ്ങായി ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരനുഭവമായിട്ട് മാറി. അങ്ങനെ ചെറുപ്പകാലം മുതൽ വീട്ടിൽ നിന്നും വല്യമ്മച്ചിയിൽ നിന്നും വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയിലൂടെയും വല്യമ്മച്ചിയുടെ പരിശീലനത്തിലൂടെയും ഇടവകയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും ഒക്കെ പരിശീലനത്തിലൂടെയും ഒക്കെയാണ് ഈ ജപമാല പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നത്. ചെറുപ്പകാലത്തിൽ വിശുദ്ധനാകണം എന്നുള്ള ആഗ്രഹം എന്നെ നയിച്ചത് പൗരോഹിത്യം എന്ന് പറയുന്ന ശുശ്രൂഷയിലേക്കാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളാണ്, ഞാനും എൻ്റെ പെങ്ങളും. അതുകൊണ്ട് തന്നെ പുരോഹിതനാകണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തെ വീട്ടിൽ നിന്ന് ആദ്യം ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. കൂട്ടുകാരും ബാക്കിയുള്ളവരും എല്ലാവരും പറഞ്ഞു അത് ശരിയായ ഒരു തീരുമാനമല്ല, കാരണം കുടുംബത്തിൽ അപ്പനെയും അമ്മയും നീ നോക്കണം, അപ്പോൾ നിനക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ
വീട്ടിൽ അപ്പനെ അമ്മയെ നോക്കാൻ ആരും കാണുകയില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ വളർന്നുകൊണ്ടിരുന്ന ഒരാഗ്രഹമായിരുന്നു പുരോഹിതനാകണം എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ പരിശുദ്ധ അമ്മയോട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹത്തെ ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അവർ നഖശിഖാന്തം എതിർത്ത് ഒരിക്കലും അതിന് അനുവദിക്കുകയില്ല എന്ന രീതിയിൽ സംസാരിച്ചു. എനിക്ക് പക്വതയായില്ല. പക്വതയായിട്ട് തീരുമാനമെടുക്കാം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി അങ്ങനെ പ്രീ ഡിഗ്രി എന്ന കോഴ്സിന് ഞാൻ ചേരുകയുണ്ടായി. 2 വർഷത്തെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം വീണ്ടും തുടർന്ന് എന്താകണം എന്ന് ആഗ്രഹം ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അന്നും ഉണ്ടായിരുന്നത്, ആദ്യം പറഞ്ഞത് എനിക്കൊരു പുരോഹിതനാകണം എന്നുള്ളതായിരുന്നു. വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ ആഗ്രഹത്തെ ഞാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്കും മറ്റു സമയങ്ങളിലുമൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ ആഗ്രഹത്തെ എൻ്റെ വികാരി അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്ത് വീട്ടിൽ സംസാരിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് അങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടായി. അവസാനം എൻ്റെ പപ്പ പറഞ്ഞത്, ദൈവം തന്ന ദാനമാണ് മക്കൾ, അത് ദൈവവേലയ്ക്കായി പോകുമ്പോൾ ഒത്തിരി അനുഗ്രഹമായി തീരും എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സന്ദേശം പപ്പ മറ്റുള്ളവരോട് പറയുകയുണ്ടായി. അന്നു മുതൽ സെമിനാരിയിൽ ചേർന്ന സമയം മുതൽ എപ്പോഴും എൻ്റെ ആഗ്രഹം ഒരു വിശുദ്ധനാകണം. കാരണം ഒരുപാട് പേരുടെ വിശുദ്ധരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ച് അതിങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ ആഗ്രഹം അതുതന്നെയായിരുന്നു, ഒരു വിശുദ്ധനായ വൈദികനാകണം, ഒരു വിശുദ്ധനാകണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചിന്ത. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്ന സംഭവങ്ങൾ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും പരിശുദ്ധ ജപമാല ചൊല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എപ്പോഴും എൻ്റെ ആഗ്രഹം അമ്മയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം എനിക്ക് പഠിക്കാൻ അത്ര വലിയ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ഞാൻ. പഠനത്തിൽ മിനിമം മാർക്ക് മേടിച്ച് പരീക്ഷകൾക്കൊക്കെ പാസ്സായിക്കൊണ്ടിരുന്ന എന്നെ സംബന്ധിച്ച് സെമിനാരിയിലെ ഇംഗ്ലീഷ് പഠനങ്ങളും മറ്റ് ഭാഷാ പഠനങ്ങളും ഒക്കെ വളരെ ദുഷ്കരമായിട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു. മരിയ വിയാനിയെ പോലെ ഒരാശ്രയം ആ സമയത്ത് പരിശുദ്ധ അമ്മ മാത്രമായിരുന്നു. പല പരീക്ഷകളിലും തോറ്റുപോകുമ്പോഴും വിയാനിയെപ്പോലെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് വീണ്ടും പരീക്ഷകൾ എഴുതി പാസ്സായി സെമിനറി പഠനം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെമിനറിയുടെ കമ്പൽസറി നിയമമാണ്, ടൈം ടേബിളിനകത്ത് ഉള്ളതാണ് 2:30 മുതൽ 3 മണി വരെ ജപമാല പ്രാർത്ഥന എന്നുള്ളത്. അങ്ങനെ ടൈം ടേബിൾ തെറ്റിക്കാതെ ഫിലോസഫി കാലങ്ങളിൽ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. പക്ഷേ ദൈവശാസ്ത്ര പഠനത്തിന് വേണ്ടി വന്നപ്പോൾ അവിടെ ജപമാലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക സമയമില്ല, ടൈം ടേബിളില്ല. നമുക്ക് നമ്മുടെ സമയമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ജപമാല ചൊല്ലാം എന്നുള്ളതാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഫിലോസഫി സ്റ്റുഡൻസ് ചാപ്പലിൽ വന്ന് ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒന്നുകിൽ ഞാൻ അവരോടൊപ്പം എത്തി ജപമാല ചൊല്ലാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ ബാച്ചുകാർക്കും ഓരോ ചാപ്പൽ ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്ന് ജപമാല ദൈവശാസ്ത്ര പഠന സമയത്തും ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. എനിക്ക് ഉറപ്പാണ്, ഇന്ന് ഞാൻ ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇത്രയും ഞാൻ വന്നതിൻ്റെ ഏക കാരണം പരിശുദ്ധ അമ്മയെ
കൂട്ടുപിടിച്ചതുകൊണ്ടും ജപമാല പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിയതുകൊണ്ടുമാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ കൂടെ നിന്ന് ഈശോയെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കും. ജപമാല ചെല്ലുന്ന ഒരു വ്യക്തി പോലും ഈശോയിൽ നിന്ന് അകന്നു പോകാൻ പരിശുദ്ധ അമ്മ അനുവദിക്കുകയില്ല എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെമിനറി പഠനം പൂർത്തിയാക്കി നല്ല ഒരു വൈദികനാകണം എന്നുള്ള ആഗ്രഹത്തോട് തന്നെ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് അമ്മയുടെ സാന്നിധ്യം ഒക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങി പൗരോഹിത്യം സ്വീകരിച്ച് എൻ്റെ ശുശ്രൂഷകളിലേക്ക് ഞാൻ പ്രവേശിച്ചു. പക്ഷേ അധിക കാലം കഴിയുന്നതിന് മുൻപ് തന്നെ ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങൾ കടന്നു വന്നതോടുകൂടെ എൻ്റെ ജപമാല പ്രാർത്ഥന മുടങ്ങി. അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു സമയത്ത് ഈ പൗരോഹിത്യം പോലും ഉപേക്ഷിക്കത്തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്ന് എൻ്റെ മുന്നിൽ വന്നു നിന്നു. ആ സമയത്ത് പലരോടും പലതരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം, നീ പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞ് അവരവരുടേതായ രീതിയിൽ നിർദ്ദേശങ്ങൾ തന്നപ്പോഴും എൻ്റെ പ്രതിസന്ധികൾ കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നതായി ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഒരു ദിവസം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ അൾത്താരയിൽ ഇരുന്നപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ചൊല്ലാതെ വെറുതെ പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നിരുന്ന ജപമാല മണികളിൽ എൻ്റെ കൈകൾ കുരുങ്ങി. ഞാൻ അതെടുത്ത് വച്ച് ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഇങ്ങനെ ചോദിച്ചു, എത്ര നാളായി അമ്മേ ഞാൻ അമ്മയുടെ കൂടെ ഒന്നിരുന്നിട്ട്. അന്ന് അവിടെ മുട്ടുകുത്തി അമ്മയുടെ ഈ ജപമാല പ്രാർത്ഥന കണ്ണുനീരോടെ ചൊല്ലിത്തീർത്ത് തിരിച്ചിറങ്ങിയപ്പോൾ പൗരോഹിത്യം വളരെ മനോഹരമായി, രുചികരമായി, ആസ്വാദ്യകരമായി എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഈ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏത് അറ്റം വരെ പോയാലും നമ്മളെ സ്നേഹിക്കുന്ന ഈശോയുടെ അമ്മ, ആ അമ്മയുടെ കരം പിടിച്ചാൽ നമുക്കൊരിക്കലും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വീണു പോകാൻ അമ്മ അനുവദിക്കുകയില്ല. ഈ ജപമാല പ്രാർത്ഥന ആവർത്തിച്ച് ഉരുവിടുന്ന വചനത്തിൻ്റെ ശക്തി അത് നമ്മെ ഒരിക്കലും തിന്മയുടെ സ്വാധീനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ നമ്മളെ അനുവദിക്കില്ല എന്ന് അന്ന് എനിക്ക് ബോധ്യമായി. പൗരോഹിത്യ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ഒരു പുരോഹിതൻ്റെ കൂടെ നടക്കുന്നത് എന്ന് എൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ ശുശ്രൂഷിച്ച ഇടവകയിലെ ഒരു ഭവനത്തിൽ ഞാൻ സന്ദർശിക്കുവാനിടയായപ്പോൾ ആ ഭവനത്തിലെ അമ്മ പള്ളിയിൽ വരുന്നില്ല. കാരണം ഇതാണ്, ആ സ്ത്രീയുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഏകദേശം 6 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരവസ്ഥയിൽ, ചിന്താഗതിയിൽ ആ അമ്മ പള്ളിയിൽ വരാതെ ഇരിക്കുകയാണ്. ഞാൻ ഇപ്രകാരം ആ അമ്മയോട് പറഞ്ഞു, പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈ ഹസ്ബൻഡ് തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഏകദേശം 3 ആഴ്ചയോളം പള്ളിയിൽ വരാനാണ് ഞാൻ ഈ അമ്മയോട് പറഞ്ഞത്. അതിനുശേഷം പിറ്റേ ആഴ്ച നോക്കിയപ്പോൾ ഈ അമ്മ പള്ളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം
6 വർഷമായി ഈ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ട്. എവിടെയാ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ എൻ്റെ അമ്മയോട്, പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി ഇപ്രകാരം പറഞ്ഞു: ആ അമ്മയുടെ വിശ്വാസത്തെ നീ തകർത്ത് കളയരുത്. എവിടെയാണെങ്കിലും ഈ ഭർത്താവിനെ നീ തിരികെ കൊണ്ടുവരണം എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൃത്യം 3 ആഴ്ച ഈ അമ്മ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഭർത്താവ് തിരികെ വന്നു. അത് ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ഞാൻ ഇപ്രകാരം പറഞ്ഞതുകൊണ്ടാണ് ആ വ്യക്തിയെ അമ്മ തിരികെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് എന്നുള്ളതാണ്. കാരണം പരിശുദ്ധ അമ്മ പൗരോഹിത്യത്തെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഇനിയും മറ്റൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, മറ്റൊരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സമയത്ത് കർത്താവ് ഇങ്ങനെയൊരു സന്ദേശം നൽകി. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകുന്നതായിട്ട് സന്ദേശം നൽകുകയുണ്ടായി. അപ്പോൾ ഞാനത് സന്ദേശം സമൂഹത്തിൽ പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു, അച്ഛാ അത് ഈ ഇടവകയിലായിരിക്കുകയില്ല, ഇവിടെ ആയിരിക്കുകയില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ഇടവകയിൽ എല്ലാ ക്രിസ്മസിൻ്റെ സന്ദർഭങ്ങളിലും എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ആളുകൾ പറഞ്ഞത് അതിനുള്ള സമയം ആയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിക്കുകയില്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം നമുക്ക് സ്വീകരിക്കാം, ഇനിയും അങ്ങനെ ഒരു സംഭവം ഈ ഇടവകയിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാനവിടെ പറയുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ ഭവന സന്ദർശനത്തിന് വേണ്ടി ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ഒരു കുപ്പി വിഷമെടുത്ത് മുന്നിൽ വച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന് ആരാധനയിൽ സംബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിത് കുടിച്ച് ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഞാൻ ട്രസ്റ്റിയുടെയും സെക്രട്ടറിയുടെയും മുഖത്തേക്ക് നോക്കി കർത്താവിന് നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹം എത്രത്തോളം വലുതാണ് എന്ന് തിരിച്ചറിയുന്ന സന്ദർഭങ്ങളാണ്. ഒരുപാട് ആ ഇടവകയിൽ ഇന്ന് ഈ നിമിഷം വരെയും പിന്നീട് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുപോലെ പരിശുദ്ധ അമ്മ ആ സമൂഹത്തെ കാത്ത് സംരക്ഷിക്കുന്നു എന്നുള്ളത് പൗരോഹിത്യത്തെ പരിശുദ്ധ അമ്മ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതിനുശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്, ജപമാല കെട്ടണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരിടത്ത് ചെന്നപ്പോൾ ജപമാല കെട്ടുന്നത് കണ്ടു. അപ്പോൾ മുതൽ എൻ്റെ ഉള്ളിലും ഒരാഗ്രഹം, ജപമാല കെട്ടണം, അത് കെട്ടി മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ച് കെട്ടി മറ്റുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ ആഗ്രഹത്തോടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഈ ജപമാല കെട്ടാനുള്ള മുത്തും അതിന് നൂലും ഒക്കെ മേടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ചെറിയ കെട്ടുകൾ കൊണ്ട് 1-2 ജപമാല കെട്ടി. പക്ഷേ അത് എന്നെ സന്തോഷിപ്പിച്ചില്ല. സാധാരണ കെട്ടുന്നത് പോലെ വലിയ കെട്ട് നല്ലതുപോലെ കെട്ടി നല്ല ജപമാല ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് വന്നു. പക്ഷേ എനിക്ക് ആ കെട്ട് കെട്ടാൻ അറിയേയില്ല. അങ്ങനെ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഈ ജപമാല കെട്ടാൻ തുടങ്ങിയപ്പോൾ അത് എങ്ങനെയോ ശരിയായി. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എനിക്കും അറിയേയില്ല ഇതെങ്ങനെയാ ഈ കെട്ട് വീണത് എന്നുള്ളത് എനിക്കറിയേയില്ല. വീണ്ടും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് ഈ ജപമാല കെട്ടാൻ എന്നെ പഠിപ്പിച്ചു. അത് ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഞാൻ ഇരുന്ന ഇടവകയിൽ 2 വൈദികരുടെ വൈദിക പട്ട സമയത്ത്, അവരുടെ ആദ്യ കുർബാനയുടെ സമയത്ത് കടന്നു വന്ന എല്ലാവർക്കും പ്രാർത്ഥിച്ച്, ആ ഇടവകക്കാർ പ്രാർത്ഥിച്ച് ജപമാല കെട്ടി മറ്റുള്ളവർക്ക് കൊടുക്കുവാനിടയായി. ഏകദേശം ഒരു 1000 ജപമാലയോളം ഒരു പുത്തൻ കുർബാന ശുശ്രൂഷയുടെ സമയത്ത് കെട്ടി മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാനിടയായി. അത് പരിശുദ്ധ മാതാവ് എന്നെ പഠിപ്പിച്ച ആ ഒരു ശുശ്രൂഷ
അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തപ്പോൾ അനേകം സ്ഥലങ്ങളിലേക്ക്, അനേകം വ്യക്തികളിലേക്ക് ഈ ജപമാല കൈമാറുന്നതിന് ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരിശുദ്ധ അമ്മയുടെ സ്നേഹം എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ വേളകളിൽ എനിക്ക് അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. പിന്നീട് ഈ ശുശ്രൂഷയുടെ സമയത്ത് ധ്യാന പ്രസംഗങ്ങൾക്കും മറ്റും ഒക്കെ പോകുമ്പോൾ പോകുന്ന വഴികളിൽ പോലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വളരെ ശക്തമായ രീതിയിൽ അനുഭവിക്കാനിടയായിട്ടുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു പ്രസംഗത്തിന് പോകാൻ, ധ്യാന ശുശ്രൂഷയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ മനസ്സിൽ ശക്തമായ പ്രേരണയുണ്ടായി. കാറ്റും മഴയുമായിരിക്കും, ഇന്ന് പോകരുത്, അല്ലെങ്കിൽ ഇന്ന് നടക്കുകയല്ല എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ ശക്തമായ ഒരു പ്രചോദനമുണ്ടായി. ഞാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, പോകുന്ന വഴികളിൽ രണ്ടിടത്ത് വലിയ മരം ഒടിഞ്ഞു വീണ് റോഡ്, വണ്ടി പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് ക്ലോസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ അധികം താമസിയാതെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പെട്ടെന്ന് ആളുകൾ വരുന്നു. വണ്ടി പോകാൻ തക്ക രീതിയിൽ ആ വാഹന സൗകര്യത്തിനുള്ള ക്രമീകരണം അവർ ചെയ്തു തന്നു. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് ആ ധ്യാന ശുശ്രൂഷയിൽ പോയി പങ്കെടുക്കുവാൻ, അവിടെ ധ്യാനിപ്പിക്കുവാൻ പോകുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഓരോ സമയത്തും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നടക്കുന്നത്, കൂടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം പൗരോഹിത്യത്തെ പരിശുദ്ധ അമ്മ സ്നേഹിക്കുന്നുണ്ട്. പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ വേളകളിൽ ഏത് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതിനും എനിക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ ക്രമീകരിക്കാൻ പറ്റും. എനിക്ക് അത്ര വലിയ നേതൃപാടവമോ അല്ലെങ്കിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ആ ഒരു പാടവം ഒന്നും ഇല്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ ആദ്യം പറയുന്നത് പരിശുദ്ധ അമ്മയോടെയാണ്. പരിശുദ്ധ അമ്മേ, പെരുന്നാളുണ്ട്, അല്ലെങ്കിൽ ദേവാലയത്തിൽ ഒരു ശുശ്രൂഷയുണ്ട്, ഇന്ന ക്രമീകരണമുണ്ട്, അപ്പോൾ അത് അമ്മ തന്നെ നടത്തി തരണമേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഒരു സത്യമാണത്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞാൽ അമ്മ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രകൃതി ശക്തികളുടെ മേൽ പോലും നമുക്ക് അധികാരം കിട്ടുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്യേണ്ട സമയമായിട്ടും മഴ പെയ്യാതെ ഇരിക്കുകയാണ്. വരൾച്ച കാരണം കൃഷി ചെയ്യാൻ പറ്റാതെ ആളുകളെല്ലാം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെയുള്ള ആളുകളോട് ചേർന്ന് ഒരു ദിവസം ദേവാലയത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ അതിശക്തമായ മഴ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും വണ്ടി ഓടിക്കാൻ അത്ര വലിയ എക്സ്പേർട്ട് അല്ല ഞാൻ. എന്നെ വണ്ടി പഠിപ്പിച്ച വ്യക്തി പറഞ്ഞത് അച്ഛന് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ആ സമയത്ത് ഇപ്പോൾ ഈ ഏകദേശം 15 വർഷത്തോളമായി പട്ടം കിട്ടിയിട്ട് പൗരോഹിത്യ ശുശ്രൂഷയിൽ വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളം ആയി 4 വീലർ കാറ് ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ട്. ഓരോ സമയവും പരിശുദ്ധ അമ്മ ഈ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയും ഈശോയും എത്രത്തോളം നമ്മളെ വഴി നടത്തുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. കാരണം വാഹനത്തിൻ്റെ അകത്ത് കയറിയാൽ ഉടനെ തന്നെ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി, പറ്റുന്ന സമയങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അമ്മയുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകും
എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ സ്റ്റാച്യു നമുക്ക് ലഭിക്കുന്നത് വിദേശത്തു നിന്നാണ്. ആ സ്റ്റാച്യു കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. സാധാരണഗതിയിൽ നമ്മൾ അവർക്ക് ഒരു മെയിൽ അയച്ചാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ സ്റ്റാച്യു കിട്ടുന്നത്. ഒരു വൈദികനിൽ നിന്ന് എനിക്ക് ഈ അഡ്രസ്സ് കിട്ടി. ഞാൻ അവർക്ക് മെയിൽ അയച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, അച്ഛാ 6 മാസം കഴിയും, 6 മാസമെങ്കിലും കഴിയും സ്റ്റാച്യു വരണമെങ്കിൽ, അവർ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ, എന്തോ ആണേലും അയച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അമ്മ എൻ്റെ അടുത്ത് വരാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മെയിൽ അയച്ചു. മെയിൽ അയച്ചതിൻ്റെ 3-ാമത്തെ ദിവസം എനിക്ക് അവിടുന്ന് റെസ്പോൺസ് കിട്ടി. അവരവിടെ നിന്ന് എനിക്ക് തിരിച്ച് മെയിൽ അയച്ചു, യുവർ മദർ മേരി ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ എന്ന്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്തേക്ക് വരാൻ കാത്തിരുന്നതുപോലെ, ഒരുങ്ങിയിരുന്നതുപോലെ എനിക്ക് അത് അനുഭവമായി. ഏകദേശം ഒരു 15 ദിവസത്തിന് ശേഷം ഈ റോസാ മിസ്റ്റിക്ക മാതാവിനെ എൻ്റെ മുറിയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധ അമ്മയോട് പിന്നീട് തുടർന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം.